പ്രധാന വാർത്തകൾ. നെയ്യാറ്റിൻകര നഗരസഭയിലെ കമ്പ്യൂട്ടർവൽക്കരണത്തിലെ ക്രമക്കേടുകൾക്ക് പുറമെ ജോലികൾ നൽകുന്നതിലെ തട്ടിപ്പുകൾ കൂടി ആരോപിച്ച് സാമൂഹിക പ്രവർത്തകൻ മാമ്പഴക്കര സോമൻ നടത്തുന്ന നിരാഹാര സമരം രണ്ടാം ദിവസത്തിലേക്ക് കടന്നു. നഗരസഭയുടെ കവാടത്തിന് മുന്നിൽ തുടരുന്ന സമരത്തിന് ജനപിന്തുണ വർദ്ധിക്കുകയാണ്. സോമൻ ഉന്നയിച്ച പ്രധാന ആരോപണങ്ങളിൽ ഓൺലൈൻ സേവനങ്ങളിലെ കൃത്രിമങ്ങൾക്ക് പുറമെ നഗരസഭയുമായി ബന്ധപ്പെട്ട ജോലികളും കരാറുകളും നൽകുന്നതിലും വലിയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നാണ്. അനർഹരായ ആളുകൾക്ക് ജോലികൾ തരപ്പെടുത്തി നൽകുന്നതിന് പിന്നിൽ വൻ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. നഗരസഭയിൽ നടക്കുന്ന തട്ടിപ്പുകൾക്ക് ഒരു പരിഹാരം ഉണ്ടാകാതെ ഞാൻ ഈ സമരം അവസാനിപ്പിക്കില്ല. ഇത്രയും വലിയ അഴിമതിക്ക് പിന്നിൽ ചില അദൃശ്യ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ശക്തികളുടെ ഒത്താശയോടെയാണ് ഭരണ ഉദ്യോഗസ്ഥ തലങ്ങളിൽ ക്രമക്കേടുകൾ നടക്കുന്നത്. പാവപ്പെട്ടവരുടെ അവകാശങ്ങൾ തിരിച്ചുപിടിക്കുന്നതുവരെ പോരാട്ടം തുടരും. നഗരസഭ അധികൃതർ ചർച്ചയ്ക്ക് തയ്യാറാകണം, മാമ്പഴക്കര സോമൻ ആവശ്യപ്പെട്ടു. ഓൺലൈൻ മുഖേന മാത്രം ലഭിക്കേണ്ട വിവിധ സർട്ടിഫിക്കറ്റുകൾ, ലൈസൻസുകൾ, ക്ഷേമ പെൻഷനുകൾ തുടങ്ങിയ സേവനങ്ങൾ യഥാസമയം അർഹരായവർക്ക് ലഭിക്കുന്നില്ല. നിത്യവൃത്തിക്ക് പോലും ബുദ്ധിമുട്ടുന്ന നിരവധി പാവപ്പെട്ട കുടുംബങ്ങളെയാണ് നഗരസഭയുടെ ഈ ഉദാസീനത ദുരിതത്തിലാക്കുന്നത്. സമരം രണ്ടാം ദിവസത്തിലേക്ക് കടന്നതോടെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമായിട്ടുണ്ട്. ഡോക്ടർമാർ സമരപ്പന്തലിലെത്തി പ്രാഥമിക പരിശോധന നടത്തി. എന്നാൽ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ആശുപത്രിയിലേക്ക് മാറാൻ അദ്ദേഹം വിസമ്മതിച്ചു. നഗരസഭയിൽ തുടരുന്ന ഈ ക്രമക്കേടുകൾ ഭാവിയിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ സാമ്പത്തിക, ഭരണപരമായ ആപത്തുകൾ വരുത്തിവെക്കാൻ സാധ്യതയുണ്ടെന്നും നിലവിലെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് ദോഷം ചെയ്യുമെന്നും സമരസമിതി മുന്നറിയിപ്പ് നൽകുന്നു. അധികൃതർ മൗനത്തിൽ. മാമ്പഴക്കര സോമന്റെ ഗുരുതരമായ ആരോപണങ്ങളോട് നെയ്യാറ്റിൻകര നഗരസഭയുടെ ഭരണസമിതി ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ മൗനം പ്രതിഷേധിക്കുന്നവരുടെ രോഷം വർദ്ധിപ്പിക്കുന്നുണ്ട്. നഗരസഭയുടെ സമീപനത്തിൽ പ്രതിഷേധിച്ച് വിവിധ യുവജന സംഘടനകൾ ഇന്ന് വൈകുന്നേരം നഗരത്തിൽ ബഹുജന പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചു. നെയ്യാറ്റിൻകരയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെ പേര് കളങ്കപ്പെടുത്തുന്ന ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് പൊതുജനാഭിപ്രായം. ന്യൂസ് സിറ്റി തിരുവനന്തപുരം.